നാടാകെ പ്രതിഷേധം. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. യുവതികളുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീട്ടിൽ തുടരുന്നു. പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് വിവരം. നേരത്തെ നിശ്ചയിച്ച പൊതുപരിപാടികൾ പുതിയ സാഹചര്യത്തിൽ റദ്ദാക്കി. പത്തനംതിട്ട അടൂർ നെല്ലുമുകളിലുള്ള വീട്ടിലാണ് നിലവിൽ രാഹുൽ ഉള്ളത്. മണ്ഡലത്തിലെ പരിപാടികളിലോ മറ്റു പരിപാടികളിലോ പങ്കെടുക്കുന്നില്ല. ഇന്നലെയാണ് പാലക്കാട്ട് നിന്നും കുടുംബവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലുള്ള വീട്ടിലെത്തിയത്. ചില സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് എത്തിയതെങ്കിലും ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർന്നതോടെ ചടങ്ങുകളിൽ നിന്നും വിട്ടുനിന്നു. പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മാത്രമാണ് എത്തിയത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ചതായി രാഹുൽ തന്നെയാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. വീട്ടിന്റെ മുറ്റത്ത് വരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്നലെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇന്നും പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്ത് വീടിന് മുന്നിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീടിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. നിലവിൽ പ്രതിഷേധമുണ്ടായിട്ടില്ല. അടൂരിൽ ഇന്ന് ഡിവൈഎഫ്ഐ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും നേതാക്കളും മാത്രമാണ് വീട്ടിലെത്തുന്നത്. ഇവരെ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് വീട്ടിലേക്ക് കയറ്റിവിടുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകിയവരിൽ കോൺഗ്രസിന്റെ മുൻ ജനപ്രതിനിധിയുടെ മകളുമുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകിയെങ്കിലും പിന്നീട് ജാതീയത പറഞ്ഞ് പിന്മാറിയെന്നാണ് യുവതി പറയുന്നത്. മുൻ ജനപ്രതിനിധിയുടെ മകളുടേതടക്കം 9 പരാതികളാണ് AICCക്ക് മുൻപിൽ രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട്. രാഹുലുമായുള്ള അടുപ്പമറിഞ്ഞ് ആദ്യം മകളെ കോൺഗ്രസുകാരനായ മുൻ ജനപ്രതിനിധി തടഞ്ഞിരുന്നു. എന്നാൽ രാഹുൽ MLA ആയതോടെ താല്പര്യം വന്നു. അപ്പോഴാണ് ജാതിയുടെ കാര്യം പറഞ്ഞ് മകളെ ഒഴിവാക്കിയത്. പ്രവാസി വ്യവസായികൾ അടക്കമുള്ളവരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ മുൻ ജനപ്രതിനിധി. മകൾക്ക് ഉന്നത വിദ്യാഭ്യാസവും ജോലിയുമുണ്ട്. രാഹുലിനെ ചാറ്റർജി എന്നാണ് കോൺഗ്രസുകാർ വിളിച്ചിരുന്നതെന്നാണ് മറ്റൊരു സൂചന. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരാരോപണവുമായി മറ്റൊരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചുവെന്ന് ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള യുവതി ആരോപിച്ചു. ആദ്യം വിവാഹ അഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറി. സമ്മർദ്ദം ചെലുത്തിയാൽ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടിയെന്നും യുവതി ആരോപിച്ചു.